നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന മിക്ക പരീക്ഷകളും ഉടൻ തന്നെ നടത്തുമെന്ന് PSC പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നമ്മളും പഠനത്തിൻ്റെ കാര്യത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാലിക്കാതെയോ പഠനത്തിൽ വിജയം കണ്ടെത്തിയവരുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ മുന്നിൽ പഠിക്കാൻ സമയമുണ്ടായിട്ടും ആ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പഠനത്തിൽ വിജയം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ചില ശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്നത് കുറേ നാളത്തേക്കൊന്നും വേണ്ട. ഒന്നുകിൽ ഈ 2023 അവസാനം വരെ, അല്ലെങ്കിൽ ജോലി നേടാനുള്ള മികച്ച ഒരു റാങ്ക് നേടുന്നത് വരെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ആവാം. അതിനാദ്യം വേണ്ടത് നമ്മളൊരു ദിവസത്തിൽ ശരാശരി എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തണം. ബാക്കി വരുന്ന സമയത്തിൽ കൂടുതൽ ഭാഗം നമ്മൾ എവിടെയാണ് പാഴാക്കുന്നത് എന്ന് കണ്ടെത്തുക. അങ്ങനെ നമ്മൾ ആ പാഴാക്കി കളയുന്ന സമയത്തെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതുപോലെ ഈ പാഴാക്കി കളയുന്ന സമയത്തിൽ എവിടെയൊക്കെ നമുക്ക് സമയം ലാഭിക്കാമെന്ന് നമ്മൾ കണ്ടെത്തണം. അതിൽ ആദ്യത്തെ കാര്യം ഉറക്കമെന്നതാണ്. ചിലർ ഉറക്കത്തോട് നല്ല താല്പര്യമുള്ളവരായിരിക്കും. അവർക്ക് എത്ര മണിക്കൂറോളമോ ഉറങ്ങിയാലും മതിയാവില്ല. നിങ്ങൾ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് നാൾ നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരല്പം പിശുക്ക് കാണിച്ചാലും കുഴപ്പമില്ല. കാരണം നല്ലൊരു ജോലി നേടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ സമയങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് പിന്നീട് ഉറങ്ങാൻ പറ്റും. നമുക്കിനി ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ സമയം ലാഭിക്കാമെന്ന് നോക്കാം. രാത്രി 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ഒരാളാണെങ്കിൽ ചിലർ രാവിലെ 8 മണിക്കാണ് ഉണരുക. അങ്ങനെ ആകുമ്പോൾ ഏതാണ്ട് ഒരു 10 മണിക്കൂറോളം, അതായത് ഒരു ദിവസത്തിന് 40% നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ എക്സാം കഴിയുന്നത് വരെ നമ്മളൊരു രാത്രി 11 മണിക്ക് ഉറങ്ങി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്നതാണെങ്കിൽ അവിടെ നമുക്ക് 4 മണിക്കൂറോളം പഠനത്തിന് വേണ്ടി സമയം ചിലവഴിക്കാൻ കിട്ടും. ഇത്തരത്തിൽ നമ്മൾ ഉറക്കത്തിൻ്റെ ദൈർഘ്യം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം ഫ്രണ്ട്ഷിപ്പ്. ചിലർ സമയം കിട്ടുമ്പോഴൊക്കെ കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിച്ച് നടക്കുന്നവരുണ്ടാവും. അവർക്ക് ആ കൂട്ടുകാരെ കഴിഞ്ഞിട്ടേ മറ്റുള്ള എന്ത് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വിളിക്കും, എടാ വാ നമുക്ക് ഒന്ന് ടൗണിൽ പോയി വരാം, അല്ലെങ്കിൽ ബീച്ചിലോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ ആ സമയത്ത് പഠിക്കാനിരുന്ന നമ്മൾ ആ പുസ്തകവും മടക്കി വെച്ച് കൂട്ടുകാരൻ്റെ കൂടെ പോകും. പിന്നീട് നമ്മൾ തിരിച്ചു വരുന്നത് രാത്രി 11 മണിക്കോ അല്ലെങ്കിൽ 12 മണിക്കോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ കൂട്ടുകാരോട് കാര്യം തുറന്നു പറയണം. എടാ എനിക്ക് ഈ എക്സാം ജയിച്ച് ഒരു ജോലി നേടണം, കുറച്ച് നാളൊന്ന് ഞാൻ പഠനത്തിന് വേണ്ടി മാത്രം സമയം മാറ്റി വെക്കുകയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവരോട് തുറന്നു പറയണം. നമ്മൾ നല്ലൊരു സുഹൃത്താണെങ്കിൽ ഈ കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കും. പറ്റുമെങ്കിൽ അയാളെയും ഈ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നല്ല പറഞ്ഞത്, മറിച്ച് കുറച്ച് നാൾ നമ്മൾ എല്ലാത്തിലും ഒരു നിയന്ത്രണം കൊണ്ടുവരണം. കാരണം ഇത് നമുക്ക് ഭാവിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ കുറച്ച് നിയന്ത്രിച്ച് കൊണ്ടുവരണം. ഇനി മൂന്നാമത്തെ കാര്യം സ്പോർട്സ്. ചിലർക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒരുതരം ലഹരിയാണ്. അതിൻ്റെ പിറകെ മുഴുവൻ സമയം ഓടി നടക്കും. ചിലർ രാവിലെയും വൈകുന്നവരൊക്കെ ക്രിക്കറ്റോ ഫുട്ബോളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കായിക വിനോദത്തിൽ ഏർപ്പെടുന്നവരുണ്ടാവും. ഇനി പഠനം കഴിയുന്നത് വരെ കളിക്കാനൊന്നും പോകില്ല, എനിക്ക് നല്ലൊരു ജോലി എത്രയും പെട്ടെന്ന് നേടിയെടുക്കണം, അത് കഴിഞ്ഞിട്ട് എത്ര വേണമെങ്കിലും കളിക്കാമെന്നൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകും. ഇങ്ങനെ ഒരു ദിവസത്തിൽ നമ്മൾ പാഴാക്കി കളയുന്ന സമയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാവുന്ന സമയങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ പതിവായി ചെയ്യുന്ന ശീലങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാനാവും.